Hi, part 7 of Making Lived Experiences Matter. In the excitement, again, one more comment I got. പക്ഷേ ഈ കമൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ സെഷൻ പറയാൻ പോകുന്നത്. സോ ദ കമൻറ്റ് വാസ് ഫ്രം എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് രാജലക്ഷ്മി ആൻറ്റി. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടി ഈ സെഷനിൽ എന്ത് പറയണം എന്നുള്ളത്. പ്രീവിയസ് വീഡിയോനെ പറ്റിയിട്ട് ആൻറ്റി ചോദിക്കുമായിരുന്നു. ഈ കുറേ ഡീസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഡിസോർഡർ, ഡിസ്കംഫേർട്ട്, ഡിഫിക്കൽട്ടി. ഫൈനലി ആ ഡിസ്കംഫേർട്ട് വരുമ്പോൾ ദെൻ വാട്ട് ഡു യു ഡു വിത്ത് ദ ഡിസ്കംഫേർട്ട്? സോ ഈ ഡിസ്കംഫേർട്ട് വരുമ്പം, ഡിസ്കണക്ഷനൊക്കെ വരുമ്പം, ഓക്കെ ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറണേ? വാട്ട് ഡു വി ഡു അബൌട്ട് ഇറ്റ്? ഓർ ഹൗ ക്യാൻ വി വർക്ക് അറൗണ്ട് ഇറ്റ് എന്നുള്ളത് ഫുള്ളായിട്ട് ക്ലിയർ ആയില്ല. ആൻഡ് ഷീ തോട്ട് മേ ബി സമയം കുറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും നിർത്തിയതായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഇതിൽ പറയുമായിരിക്കും. ആൻഡ് ഷീ ഓൾസോ സെഡ് 2-3 തവണ കേട്ട് നോക്കി. നൗ this was I was very curious and to understand this. അപ്പോൾ ഞാൻ വെച്ച് ഈ ഡീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം, സോ ദാറ്റ് ഇറ്റ് മേക്സ് എ ലിറ്റിൽ മോർ സെൻസ്. ഐ എം ഷുവർ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആയി കാണും. ഞാൻ തന്നെ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയാൻ പറ്റിയില്ല. സോ ഫോർ ഓൾ ഓഫ് us, ജസ്റ്റ് ലൈക്ക് ആൻറ്റിക്ക് ഉണ്ടായതുപോലെ, ആൻഡ് ഷീ ഈസ് എ very senior person, professor of zoology, retired, extremely senior, and look at the curiosity of watching a YouTube video of someone like me and still wanting to learn and asking questions. So we are basically ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. വി ഓൾ ആർ സീക്കിംഗ് നോളജ്, വി ആർ ഓൾ വാണ്ടിങ് ടു ലേൺ. കുഞ്ഞു കുട്ടികളും ആയിരിക്കുമ്പോഴേ നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നു. നമുക്ക് ആങ്സൈറ്റി അല്ലായിരുന്നു. ഒരു കാര്യം അറിയില്ല എന്നുള്ള ഈ ഐ ഡോണ്ട് നോ എത്തുമ്പം സ്ട്രേറ്റ് അവേ അത് അയ്യോ എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു. ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് ജസ്റ്റ് ലൈക്ക് ഐ ഡോണ്ട് നോ. For her, I don't know what Seema meant by discomfort. I couldn't figure it out. I didn't have clarity. അല്ലെങ്കിൽ എനിക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് പിടികിട്ടില്ല. ഓർ ദാറ്റ്സ് എ ലിറ്റിൽ അൺനോൺ ഓവർ ദെയർ എന്നുള്ളത്. ആ ഐ ഡോണ്ട് നോയിൽ തുടങ്ങുമ്പം ഉടനെ നമുക്ക് ആങ്സൈറ്റി അല്ല വരുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്യൂരിയോസിറ്റി. ഐ വോണ്ട് ടു നോ, ആൻഡ് ദെൻ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാപ്പൻ. അപ്പോൾ അതൊരു ഫോർ ഡൗട്ടായിട്ടാണ് തുടങ്ങുന്നത്. ഇത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അപ്പം നമ്മളത് എക്സ്പ്രസ് ചെയ്യും. പക്ഷേ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ഏജ്, ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. സോ ഐ ടേക്ക് വിത്ത് ദിസ് എക്സാമ്പിൾ. സോ ആൻറ്റിക്ക് ആ ഡൗട്ട് വന്നപ്പം ദർ വർ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഷീ ക്യാൻ എക്സ്പ്രസ്. ഒന്ന് യൂട്യൂബിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യാം, ബട്ട് ദാറ്റ് വാസ് എ ലിറ്റിൽ ഡിസ്കംഫർട്ട് ഫോർ ഹർ. ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ ബോഡിയിലൊരു വേദനയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു എന്തിനാ അതൊരു ഇത്തിരി ചമ്മലായിരിക്കും, വാട്ട് എവർ യു നോ. ബട്ട് ഇഫ് ഐ ഇൻസിസ്റ്റ് ആസ് എ പേഴ്സൺ, ബിക്കോസ് ഷീ ആസ്റ്റ്, അമ്മയുടെ അടുത്ത് അത് ചോദിച്ചു, അത് എക്സ്പ്രസ് ചെയ്തു, അമ്മ അത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്തു, അമ്മ തിരിച്ച് ചോദിച്ചു. സോ ഷീ സെൻഡ് മീ എ വോയിസ് നോട്ട്. സോ ദർ വാസ് സോ മച്ച് ഓഫ് connection happening and there was no disconnection despite the ഡൗട്ട് ആയിട്ട് തുടങ്ങി. ഡൗട്ട് എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ വെച്ചിട്ട് തുടങ്ങി. അത് ഐ കാൺട്ട് ഹാൻഡിൽ ഇറ്റിലേക്കൊന്നും എസ്കലേറ്റ് ചെയ്തില്ല. അതവിടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് എൻ്റെ അമ്മ അവിടെ ഇല്ല, പറ്റില്ല, കമൻറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് അവിടെ ഡിസ്മിസ് ചെയ്തില്ല. ദാറ്റ് ഡൗട്ടിനെ നമ്മൾ ഡിസ്മിസ് ചെയ്യാതെ it continued in connection where we were all trying to connect with each other and figure it out together, you know, and understand എവിടെയായിരിക്കും. സോ there was a back and forth, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സപ്പോസ് ഇത് അമ്മ അവിടെ തന്നെ തള്ളിക്കളഞ്ഞു, ഇല്ല പറ്റില്ല, അതൊന്നും പറ്റില്ല, അവിടെ കമൻറ്റ് ചെയ്യണം ബിക്കോസ് ഐ നീഡ് വ്യൂസ് ഓർ വാട്ട് എവർ. ഷീ വുഡ് ഹവ് സെഡ് ഓക്കെ നെവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ വച്ചിരുന്നേനെ. പക്ഷെ പതുക്കെ ഒരു എന്ത് പറ്റിയേനെ, ഡിസ്കംഫേർട്ട് വന്നേനെ. ഓക്കെ, സോ മേ ബി ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, മേ ബി ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ബട്ട് സ്റ്റിൽ അവിടെ നമ്മൾക്ക് വന്ന ആ എക്സ്പ്രഷൻ, ആ എനർജി റിലീസിനെ പതുക്കെ അടക്കി വെച്ചേനെ. ഇറ്റ് സ്റ്റാർട്ട്സ് ദെയർ ഫോർ എവ്രിബഡി വെൻ സംബഡി ഡിസ്മിസ്സസ് എ ജെനുവിൻ ഡൗട്ട്. അപ്പോൾ എന്ത് പറ്റും? ഒരു
D for delay varum in seeking the knowledge, which was a little confusion in our mind, or I don't know എന്നുള്ളത് അവിടെ ഇരുന്നൊരു ഡിലേ വരും. നോ ഈ ഒരു ഇതിൽ വലിയ ഡിസ്കംഫർട്ടിലേക്ക് പോകണമെന്നില്ല, പക്ഷെ വേറെ സാഹചര്യങ്ങളാണെങ്കിൽ, വേറെ റിലേഷൻഷിപ്സ് ആണെങ്കിൽ, വേറെ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ, ദിസ് ഡിലേ ഇഫ് പ്രൊലോങ്ഡ് ആൻഡ് കണ്ടിന്യൂസ്ലി അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്കാർ അതിനെ ഡിസ്മിസ് ചെയ്തിട്ട് ഇല്ല ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ രീതിയിൽ മാത്രമേ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, നോ യു ഹാവ് ടു കമൻറ്റ്, നോ യു കാൺട്ട് ആസ്ക് വൈ, അങ്ങനെ ഒരു നിർബന്ധം, ഒരു ഡെഫിനറ്റ്നെസ്, ദിസ് ഇസ് റൈറ്റ് റോങ് ഗുഡ്, അങ്ങനത്തെ ചിട്ടകളിലേക്ക് നമ്മൾ പോകുമ്പം, വിച്ച് ഇസ് അഗൈൻ ദിസ് ഇസ് നോർമൽ ആൻഡ് ദിസ് ഇസ് അബ്നോർമൽ, ഓർ ദിസ് ഇസ് എ difference or a deviation and we will not accept this differences എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് മാത്രം ശരിയെന്ന് കുറേ ചട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ we miss out on so much of knowledge sharing. അങ്ങനെയാണ് പതുക്കെ ആൾക്കാർ തമ്മിൽ ഡിസ്കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം ഈ ഡിസ്കണക്ഷൻ കൂടിക്കൂടി വരുമ്പം ഇറ്റ് ബിക്കംസ് ഡിസ്കംഫർട്ടിങ്. ഈ ഡിസ്കംഫർട്ട് ഫസ്റ്റ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നത് ഡിസ്കംഫർട്ട്, ഓർ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ഡിസ്ഈസ്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നോട്ട് ഈസി. ആ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഈസി അല്ല, വിച്ച് മീൻസ് ദ നെക്സ്റ്റ് ഡി വിച്ച് ഇസ് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും അവിടെ. പക്ഷെ ഇതെല്ലാം തുടങ്ങുന്നത് എല്ലാവർക്കും എവിടെ നിന്നാണ്? നമുക്കൊരു ഡൗട്ട് വന്നു, ഒരു ഐ ഡോണ്ട് നോയിൽ തുടങ്ങി. റിമെമ്പർ the 2 videos before I said all anxieties originate with I don't know, ideal mostly as curiosity, but it can shift to anxiety, discomfort, delay. ഇതൊക്കെ ആയിട്ട് പതുക്കെ ഒരൊറ്റ ദിവസം കൊണ്ടല്ല, over a period of time it can escalate. And then, but how do we work around it? ഇതൊരു ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഇഫ് ദിസ് നോട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു, നോട്ട് നെസസറിലി എ ബോഡിലി ഡിസ്കംഫർട്ട്, ബട്ട് ഐ കുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ഇഫ് ഐ ഹാഡ് ടോൾഡ് അമ്മ, അയ്യേ ഇതെന്ത് പൊട്ട ചോദ്യമാണ്. സോ സപ്പോസ് ഐ ബ്ലെയിം ആൻഡ് ഷെയിം ദ ജെനുവിൻ ക്യൂരിയോസിറ്റി ഓഫ് അനദർ പേഴ്സൺ, തിങ്കിങ് ദാറ്റ് മൈ നോളജ് ഇസ് ഹൈ എന്ന് പറഞ്ഞ് നമ്മൾ, എസ്പെഷ്യലി വി സംടൈംസ് ഡു ദാറ്റ് വിത്ത് ലിറ്റിൽ ചിൽഡ്രൻ, വേർ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊരു വെരി ഇന്നസെൻറ്റ് ഓർ സിലി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഫോർ ദ ചൈൽഡ് ദേ ആർ ക്യൂരിയസ്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ആയിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. സെയിങ് നോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയല്ല. ചിലപ്പോൾ അവരൊരു ഡിഫറെൻറ്റ് വേയിലായിരിക്കും ഒരു ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ബട്ട് വി സേ നോ, ദിസ് ഈസ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു very instead of us getting curious about their question, we immediately നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതെ പോകുമ്പം പതുക്കെ ഒരു ഡിസ്കണക്ഷൻ വരാം. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. വി അൺനോയിങ്ലി ഇൻ ആർ പേരൻറ്റിങ് ആൻഡ് ഇൻ ആർ എൻറ്റയർ സ്കൂളിംഗ് ഇയേഴ്സ് നമുക്കൊരു കൺട്രോൾ ഇസ് എ ജനറൽ തിങ് വേർ പേരൻസ് kind of seek control. അതായത് ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ്, ഇത് ശരി, ഇത് തെറ്റ്. യെസ്, പല കാര്യങ്ങളും നമ്മൾക്ക് സേഫ്റ്റി റീസൺസ് കാരണം ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയേണ്ടി വരും. പക്ഷേ ഐ എം ടോക്കിംഗ് അബൌട്ട് ഹൗ വി കമ്മ്യൂണിക്കേറ്റ് something to the children and how we facilitate learning and curiosity in the children. അവിടെയാണ് ഇന്നത്തെ ടോപ്പിക്, which is the second level of brain where anxiety can come, which disconnects people, and that is called trauma. ഈ ട്രോമ എന്നുള്ളത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു ഡീൽ കൂടെ ഐ see how much I can say in today in the next few minutes, and even if I stop abruptly, അടുത്ത സെഷനിൽ ഇത് ഒരു സെഷനും കൂടെ I will take trauma only, so we understand the continuity and connection between one video to the other. So doubt വന്നു, അത് ഡിലേ ആയി, അത് നമുക്ക് സോൾവ് ആവുന്നില്ല, ആരോ ഡിസ്മിസ് ചെയ്യുന്നു, അതിനെ ബ്ലെയിം ചെയ്യുമ്പോൾ പതുക്കെ അത് ഡിസ്കംഫർട്ടായി. ഡിസ്കംഫർട്ട് ആദ്യം അനുഭവപ്പെടുന്നത് നമ്മുടെ ബോഡിയിലായിരിക്കും. അത് ആരും പിച്ചിയിട്ടായിരിക്കണം എന്നില്ല, വേദനിപ്പിച്ചിട്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഇഫ് നമ്മളെ അങ്ങ് ക്രഷ് ചെയ്യുന്ന പോലെ തോന്നും, ബിക്കോസ് നമ്മളെ അങ്ങ് ഡിസ്മിസ് ചെയ്യുമ്പം, ഓർ നമ്മുടെ ആ എക്സ്പ്രസേഷൻസ് ഡിനൈ ചെയ്യുമ്പോൾ, ഡി ഫോർ നോ, നോട്ട് ലൈക്ക് ദിസ്, വിതൗട്ട് എനി എക്സ്പ്ലനേഷൻ, വിതൗട്ട് റിയലി അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ അത് ഇല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പം നമ്മളെ തന്നെ അങ്ങ് ചുരുക്കും. നമ്മൾ ആ ചോദ്യം എന്താ ശരി വേണ്ട എന്ന് പറയും. ഓരോരുത്തർ അത് പതുക്കെ
it becomes anxiety, and because we still don't know, we start crushing ourselves, and this energy starts backward pull തുടങ്ങും. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു. ഇങ്ങനെ പുള്ള് ചെയ്ത് പോയാണ് നെക്സ്റ്റ് ലെവലിലേക്ക് എനർജി അവിടെ കെട്ടിക്കിടന്ന് ഐ കാൺ ടേക്ക് ഇറ്റ് എനിമോർ ആൻഡ് ഐ വോണ്ടിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഡീസൊക്കെ is interplaying, so discomfort starts building up in the body. So which is where first video, mental health, ഫിസിക്കൽ ഹെൽത്ത് ഇസ് നോട്ട് ഡിഫറെൻറ്റ്. സോ ഒരു ഡിസ്കംഫർട്ട് വരും. ഇപ്പം നമുക്ക് ചില ക്ലാസ് റൂംസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വർക്ക് സ്പേസസിൽ ചില ആൾക്കാരോട് നമുക്ക് ഡൗട്ട് ചോദിക്കാൻ തോന്നുകയില്ല. ലൈക്ക് അയ്യോ ഇത് മണ്ടത്തരമാവുമോ, അവർ കളിയാക്കുമോ, അവർ ഉത്തരം പറയും. we are discomforted by asking questions. പക്ഷെ എന്നാൽ നമ്മൾ കുട്ടികളോട് പറയും ആസ്ക് ക്വസ്റ്റ്യൻ എവറിത്തിങ്, ഗെറ്റ് ക്യൂരിയസ് എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും അവർ നമ്മളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ വി ആർ ലൈക്ക് വി ഡിസഗ്രി. പക്ഷെ ആ ഡിസഗ്രിമെൻറ്റ് ഒരു ആംഗ്രി ആയിട്ട് വന്നു കഴിയുമ്പോഴാണ് പ്രോബ്ലമാണ്. ഓഫ് കോഴ്സ് വി ക്യാൻ ഡിസഗ്രി. പക്ഷേ ഈ ഡിസഗ്രിമെൻറ്റ് ഏത് ചാനലിൽ കൂടിയാണ് പോകേണ്ടത്? ത്രൂ കണക്ഷൻ, ത്രൂ ക്യൂരിയോസിറ്റി. സോ ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചത്? ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത്. സോ ഹൗ ക്യാൻ വി ഹാവ് എ deep for dialogue and understand each other and figure out, you were thinking this way, that's different. It's not wrong or right ലേക്ക് പോവാതെ, ആ കൺട്രോളിലേക്ക് പോവാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് സി ഈസ് കറക്ഷൻ. ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ, ദിസ് ഇസ് നോർമൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാതെ, അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് കീപ്പിംഗ് സേഫ്റ്റി പ്രോട്ടോകോൾസ് ഇൻ മൈൻഡ്. if we have to bring everybody to this is right and this is wrong എന്നുള്ളതിലേക്ക്, അങ്ങനെ ഒരു ഡെഫിനറ്റ്നെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സോ വി ക്യാൻ ബിക്കം കൺട്രോളിങ്, വി ക്യാൻ ബിക്കം വെരി കറക്റ്റ്. ഇത് തെറ്റ്, ഇത് ശരി എന്നുള്ളതിലേക്ക് പോവാം. ആൻഡ് ക്യൂരിയോസിറ്റി അവിടെ പോയി ആങ്സൈറ്റി തുടങ്ങും. ഓർ ക്രിറ്റിസിസം is not a bad thing. We can say that അയ്യോ ഇതിങ്ങനെയല്ല. പക്ഷെ അത് പറയുന്ന രീതിയിലാണ്, how we communicate the criticism is where it escalates to I can't take it anymore. ഒരാളെ അങ്ങ് ക്രഷ് ചെയ്യുന്ന രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് കഴിയുമ്പം ഡിസ്കണക്ഷൻ അവിടെ എന്തായാലും വരും, വേറൊരാളുമായിട്ട് ഡിസ്കണക്ഷൻ വരും. സോ ഹൗ ടു ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയല്ലായിരുന്നു, ഇത് തെറ്റിപ്പോയല്ലോ. സോ ഈ തെറ്റെന്ന് പറയുന്നത് നമുക്കൊരു ശരി എന്നുള്ള ഒരെണ്ണം ഇവിടെ നമ്മൾ വച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ആരാണ് ഈ ശരിയൊക്കെ കണ്ടുപിടിച്ചത്? ഇറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. സോ വാട്ട് ഈസ് ഓൾ ദിസ്? ഹൗ ഡു വി ബ്രിങ് everybody to understanding, this is how it is, and let that be a very nice connecting process. So control, correction, criticism and coercion can be, ഇതെല്ലാം നല്ല അർത്ഥത്തിലായിരിക്കും ചെയ്യണം. coercion is pushing, motivating children to നിനക്ക് ചെയ്യാൻ പറ്റും, ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുഷിങ് പീപ്പിൾ ടു ലേൺ ഓർ ഡൂ തിങ്സ് വെൻ ദേ ആർ അവരുടെ ആങ്സൈറ്റി കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കണോ, അത് റെഗുലേറ്റ് ചെയ്യണോ, അതോ ഒന്നിച്ച് ചെയ്ത് കുറച്ചും കൂടെ കാണിച്ചു കൊടുക്കണോ, അവരുടെ പേസിലാണോ, അല്ലോ നമ്മൾ പിടിച്ചങ്ങ് വലിക്കുവാണോ, ഓർ ഈസ് ഇറ്റ് ടു ഡിസ്കംഫർട്ടിങ്? യെസ്, ഡിസ്കംഫർട്ട്സ് ആർ ഓക്കെ. നോട്ട് എപ്പോഴും കംഫർട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് അവർ ഐഡിയ. ഇറ്റ്സ് ഡിസ്കംഫർട്ട്സ് ആർ ഓക്കെ. പക്ഷേ ടൂ മച്ച് ആയിട്ട് നമ്മൾ കോഴ്സ് ചെയ്തോ, അതോ വാട്ട് ഈസ് ദാറ്റ് ബാലൻസ്? അത് ഓരോരുത്തർക്കും ഓരോ പേസ് ഓഫ് ലേണിംഗ് ആണ്, ഓരോരുത്തർക്കും ഓരോ പേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സ് ആണ്. ഓരോരുത്തരും ഓരോന്നിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. ലൈക്ക് വി സെഡ് വിത്ത് അവർ സെൻസറി സിസ്റ്റംസ്, ഒരാൾ ചിലപ്പോൾ ടാക്ടൈൽ ആയിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, ഓഡിറ്ററി ആയിരുന്നിരിക്കില്ല. വേറെ ആൾ ചിലപ്പോൾ വിഷ്വൽ ആയിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, ഓഡിറ്ററി ആയിരുന്നിരിക്കില്ല. സോ ഈച്ച് ഓഫ് us in all these 8 sensory systems ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിൽ ഏത് സിസ്റ്റമാണ് നമുക്കപ്പം മോസ്റ്റ് ആക്റ്റീവായിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ബോഡിക്കല്ലേ അറിയുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി സോ ഡിഫറെൻറ്റ് ഫ്രം ദി അതർ പീപ്പിൾ. ആൻഡ് ദിസ് ക്യാൻ ബിക്കം ഡിസ്കംഫർട്ടിങ്, വൺ അറ്റ് ദ ബോഡി ലെവൽ ഇറ്റ് സെൽഫ്, two at the second level, which is the level of relationship. So ഈ ബോഡി ലെവലിൽ നമ്മൾ ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടാൽ, if we notice discomforts in the body, which is നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻറ്ററോസെപ്ഷൻ എന്ന് പറഞ്ഞ പോലെ ദാഹം, വിശപ്പ്, ടോയ്ലറ്റ് പോകാൻ, അതൊരു ലിറ്റിൽ ഡിസ്കംഫർട്ടായിട്ടാണ് തുടങ്ങുന്നത്. നമ്മളത് വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യെസ് ഇറ്റ് ക്യാൻ എസ്കലേറ്റ്, അതൊരു ഡിസോർഡർ വരെയും ഡയഗ്നോസിസ് വരെയും എത്താം. സോ വി നീഡ് ടു സപ്പോർട്ട് ഈച്ച് അതർ. Everybody needs support. How do we support? We have to get curious about each other and not controlling, correcting, criticizing and forcing everybody to fit into this
is normal and everybody come here, and those who കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് നിങ്ങളൊക്കെ അബ്നോർമൽ ഓർ നിങ്ങളെയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് സ്പെഷ്യൽ നീഡ്സ് എന്നൊക്കെ പറയാം. ഇൻ ദി സ്പെഷ്യൽ നീഡ്സ് വി ഓൾ വെർ സീക്കിംഗ് കണക്ഷൻ, വി ഓൾ വെർ സീക്കിംഗ് എക്സ്പ്രഷൻ, വി ഓൾ വെർ സീക്കിംഗ് സപ്പോർട്ട് ആൻഡ് വി ഓൾ വെർ സീക്കിംഗ് നോളജ്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ സെഗ്രിഗേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സെഗ്രിഗേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പറയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നമുക്കെല്ലാവരും ഒന്നാണ്. സോ വി നീഡ് ടു സ്റ്റാർട്ട് ക്വസ്റ്റനിങ് ഈ ചിന്തകളും ഈ പ്രാക്ടീസസും. നമ്മൾ ഓരോരുത്തരും ലെറ്റ്സ് സ്റ്റാർട്ട് തിങ്കിങ് മോർ അബൌട്ട് വാട്ട് ആർ വി ഡൂയിങ്, യുനോ. ഇത് എങ്ങനെയായത് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. ബട്ട് വെയർ വി ആർ നൗ, ലുക്ക് അറ്റ് ഈച്ച് ഓഫ് യുവർ ലൈഫ്സ് നൗ. ഹൗ മച്ച് ആർ വി facing life or engaging with life with curiosity and engaging in relationships with curiosity or with anxiety എന്നുള്ളത് ഡിസൈഡ് ചെയ്യണത് ഈ ഡീസ് ആണ്. ഡിസ്കംഫർട്ട്, ബോഡിയിൽ ഡിസ്കംഫർട്ട് തുടങ്ങുമ്പം നമുക്കറിയാം വി ഹാവ് ടു ഡു ഓൾ ദോസ് റെഗുലേറ്ററി ആക്ടിവിറ്റീസ്. ഓരോ സെൻസറി സിസ്റ്റത്തിനെ നമ്മൾ ആ സെൻസറി സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് വിച്ച് വി സെഡ് അതിൻ്റെ റൂട്ടും റെമഡിയും സെൻസറി സിസ്റ്റത്തിലാണ്. സോ ടാക്ടൈൽ സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ്, വെസ്റ്റിബുലാർ, കണ്ണ് റൊട്ടേറ്റ് ചെയ്യണം, അതെല്ലാം വെച്ച് ആദ്യം നമ്മൾ ആ ബോഡീനെ ഒന്ന് ഓക്കെ, ആങ്സൈറ്റി വരണ്ട മൈ ഡിയർ ബോഡി, യു ആർ ഫൈൻ ആദ്യം പറഞ്ഞതിന് ശേഷം ദെൻ യു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ വിച്ച് ഇസ് റിലേഷൻഷിപ്പ്. It could be with you and the parent, other with your partner ആവാം, with your boss ആവാം, with your whoever, neighbor, ആരെങ്കിലും ആവാം. And see ആ റിലേഷൻഷിപ്പിൽ what is happening. നമുക്ക് ഒരു നമ്മുടേതായിട്ടുള്ളൊരു ഒത്തൻറ്റിക് സെൽഫ് ഉണ്ട്. ദിസ് ഇസ് മൈ വേ ഓഫ് എക്സ്പ്രഷൻ. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ചിന്തകൾ, എൻ്റെ ഐഡിയാസ്. നമ്മൾ എന്നൊരാൾ അവിടെയുണ്ട്. അപ്പുറത്തെ സൈഡിലുള്ളത് ഇസ് അവർ അറ്റാച്ച്മെൻറ്റ്, പീപ്പിൾ വി ലവ്. സോ ഈ അറ്റാച്ച്മെൻറ്റ് ഒരു വശത്തും നമ്മൾ ഒരു വശത്തും, ആൻഡ് വി ആർ ഓൾ ഡിഫറെൻറ്റ് എന്നുള്ളതിൻ്റെ ഫൗണ്ടേഷനിലാണ് നമ്മൾ തുടങ്ങിയത്. ഈ കണക്ഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പം, എൻഗേജ് ചെയ്യുമ്പം ഈ ഡീസ് ഒക്കെ എല്ലാവർക്കും വരും. അതൊരു ഡയഗ്നോസിസ് ഓർ ഡിസോർഡർ ലെവലിലേക്ക് പോകുന്നുണ്ടോ, ഇറ്റ് ടേക്സ് ടൈം. ആൻഡ് who and when do we decide okay this is like definite diagnosis, definite disorder? അപ്പോൾ ഓർഡർ എന്താണ്, ആരാണ് ഈ ഓർഡർ തീരുമാനിച്ചത്, എന്തുകൊണ്ട് അത് നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഓർ വി സേ അൺഏബിൾ ടു ഡൂ ഇറ്റ്, അതായത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പം നമുക്കത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർക്കണം അത് ചെയ്യേണ്ട, അത്ര അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണോ എന്ന് നോക്കണം. വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ അതിന് വല്ല സഹായങ്ങൾ, അക്കോമഡേഷൻസ് കൊടുത്താൽ അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ അത് ചെയ്യണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് അതൊരു തടസ്സമാവുന്നില്ല, ഒരു ബ്ലോക്ക് ആവുന്നില്ല ഉണ്ടെങ്കിൽ വി ക്യാൻ ലെറ്റ് ഇറ്റ് ബി. ബട്ട് ഇൻഎബിലിറ്റി ടു ഡൂ സംതിങ് ആൻഡ് ഡിസബിലിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഡിസേബിൾ എന്ന് പറയുമ്പം എനിക്ക് വായിക്കണമെങ്കിൽ, എനിക്ക് കാഴ്ച ശക്തിയിൽ ഇത്തിരി വിഷ്വൽ ഇതിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ എനിക്ക് കണ്ണാടി വെച്ചാൽ കാണാം. പക്ഷെ എനിക്ക് കണ്ണാടി തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ആം ഐ അൺഏബിൾ ടു റീഡ് ബട്ട് ഐ ആം ഡിസേബിൾഡ്. എന്നെ അനുവദിക്കാത്തതുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്. സോ എനിക്ക് അക്കോമഡേഷൻ കിട്ടിയിരുന്നെങ്കിൽ, കണ്ണാടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. സോ ദിസ് ഈസ് ഹൗ വി നീഡ് ടു ഗെറ്റ് ക്യൂരിയസ് അബൌട്ട് എന്ത് സപ്പോർട്ട് സിസ്റ്റംസ് ആണ് ഓരോരുത്തർക്കും വേണ്ടത്, ഓരോരുത്തരുടെ ഡിസ്കംഫർട്ട് എവിടെയാണ്. ഇത് ഡൗട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഒരു കൺഫ്യൂഷൻ ഐ ഡോണ്ട് നോ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതൊരു ഡിലേ ആയിട്ട് വച്ചുകൊണ്ടിരുന്നു ഡിസ്കംഫർട്ടിനെ വലുതാക്കി ഒരു ഡിസ്കണക്ഷൻ ആവാം നമ്മളും നമ്മളുടെ ശരീരവും തമ്മിലും, നമ്മളും വേറൊരാളും തമ്മിലും. അത് പിന്നെ ആ ഹോൾ ബന്ധം തന്നെ ഡിസ്കണക്ട് ആവാം. അവസാനം ദ ലാസ്റ്റ് ഡേ എസ്പെഷ്യലി ഇൻ പാർട്ട്ണർഷിപ്സ് ഇറ്റ് ക്യാൻ എൻഡ് ഇൻ ഡിവോഴ്സ്, ഇറ്റ് ക്യാൻ ലീഡ് ടു സോ മെനി അതർ
things, and finally the last D we die in isolation. അപ്പോൾ നമുക്ക് ഈ ഡീസിനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ let us take it slow. So trauma is when നമ്മളുടെ രീതി ഓഫ് എക്സ്പ്രഷൻ നമ്മൾ അങ്ങ് ക്രഷ് ചെയ്ത് എല്ലാം മറ്റൊരാൾ പറയുന്നത് അവർക്ക് വിഷമാവോ ഇവർക്ക് വിഷമാവോ എന്ന് വെച്ചാൽ എല്ലാം വേറെ ആൾക്ക് പറയുന്നത് നമ്മൾ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഇൻവിസിബിളായി ഇല്ലാതാവുകയാണ് ഒരു റിലേഷൻഷിപ്പ് എന്നെങ്കിൽ that relationship becomes traumatic or toxic or abusive. So ഈ ആളൊരു ദുഷ്ടനാവണമെന്നോ lady or man or whoever, not necessary, but these are the patterns that we should see in the relationship. നമ്മളെ ഇല്ലാതാക്കിയോ അതോ നമ്മൾ നേരെ തിരിച്ച് ചെയ്തോ നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞു മറ്റേ ആളില്ല പറ്റില്ല ഞാൻ പറയാം അങ്ങനെ നമ്മളാണോ ആ ആള് വേർ വി ആർ കംപ്ലീറ്റ്ലി കൺട്രോളിങ് കറക്റ്റിംഗ് ക്രിട്ടിസൈസിങ് ആൻഡ് coercing the other person. ഇതൊക്കെ ചെയ്യാൻ സ്കോപ്പുള്ള ആൾക്കാരാണ്. Unless we don't get curious about ourselves and curious about the other people, instead of getting anxious about അയ്യോ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ മണ്ടനാണോ ഞാനതാണോ we just or are they stupid, അവരെ ബ്ലെയിം ഷെയിം ചെയ്യുക അല്ലെങ്കിൽ നമ്മളെയും ബ്ലെയിം ഷെയിം ചെയ്യുക രണ്ടിൻ്റെ ആവശ്യമില്ല. we can just get curious when we are discomforted, shift the anxiety to curiosity, ask around and figure out and take it slow. There are different ways in which we can support each other, different ways in which we can gain knowledge, different ways in which we can connect. So ഈ ഡൈവേഴ്സിറ്റി എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ്. നമ്മളിങ്ങനെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോ ഡയഗ്നോസിസ് ഉണ്ടെങ്കിലേ ആൾക്കാരെ സഹായിക്കുള്ളൂ എന്നിട്ടേ നമ്മൾ ഇൻക്ലൂഷൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബി ലിറ്റിൽ സ്ക്യൂഡ്. നമ്മൾ ആദ്യം കുറേ ചിട്ടകളുണ്ടാക്കും എന്നിട്ട് എല്ലാവരും വ്യത്യാസമാണെന്ന് പറയും പിന്നെ എല്ലാവരും ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ നോക്കും. സോ let us just accept that we are all different, and if we can get curious, that's a very healthy, mentally healthy space to be, where namaki I don't know, so I can't take it anymore, I won't take it ഒക്കെ സമാധാനമായിട്ട് ത്രൂ conversations, communications, or the other days through dialogue അങ്ങോട്ടും ഇങ്ങോട്ടും we can understand each other. I mean that would be utopia, but still that's where we are hoping we can get. And on that note, to answer auntie's question again, discomfort തുടങ്ങുമ്പോൾ സ്റ്റാർട്ട്സ് ഇൻ ദ ബോഡി. ഡു ദ സെൽഫ് റെഗുലേഷൻ. തന്നെത്താനെ പറ്റുന്നില്ലെങ്കിൽ കോ റെഗുലേഷൻ. വി നീഡ് സംബഡി എൽസ് ടു സപ്പോർട്ട് അസ്. അത് എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ബേസിക്കലി എനർജി റിലീസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ്. നമുക്ക് അതിൽ ഐ ക്യാൻ ഡു മോർ അബൌട്ട് വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ റിലീസ്. സെൻസറി ലെവലിൽ വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ലെവൽ. അറ്റ് ദ റിലേഷൻഷിപ്പ് ലെവൽ ഇറ്റ് ഈസ് കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി ഇൻ റൈറ്റിംഗ്, ത്രൂ വേർഡ്സ്, art expressions. Basically we have to express and ask the doubt. There is no wrong doubt or right doubt, stupid doubt, silly doubt, intelligent doubt. All of us start with just a doubt. And so on that note, thank you again for watching. Like, share and subscribe, and please do comment. എന്നാലേ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂരിയസ് ആവുള്ളൂ ആൻഡ് വി ക്യാൻ കണക്ട് ആൻഡ് ലേൺ മോർ. സോ ടോപ്പിക്സിൻ്റെ ഐഡിയാസ് കുറഞ്ഞു തുടങ്ങി. സോ സംബഡി ഗിവ് മീ ഐഡിയാസ് സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു സോ മച്ച്.